ഭൂമിയിലെ ദുഷ്ടാധിപത്യം അവസാനിപ്പിക്കാനും എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാനും ഭഗവാൻ വിഷ്ണു 10 അവതാരങ്ങൾ എടുത്തതായി അറിയപ്പെടുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായി നരസിംഹ അവതാരം കണക്കാക്കപ്പെടുന്നു. മഹാവിഷ്ണു ദിവ്യമായ ആ ഭീകരരൂപം ധരിച്ചതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനൽകുമാരൻ, സനാതനൻ എന്നിവർ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ വൈകുണ്ഠത്തിൽ ചെന്നു. എന്നാൽ വിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയനും വിജയനും ബാലകന്മാരായ അവരെ തടഞ്ഞു. ഇതിൽ കുപിതരായ ബാലന്മാർ ജയവിജയന്മാർക്ക് ശാപം നൽകുകയും അതിന്റെ ഫലമായി സത്യയുഗത്തിൽ ദക്ഷപുത്രിയായ ദിതിയുടെയും കശ്യപ മഹർഷിയുടെയും മക്കളായി ഹിരണ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി അവർ ജനിച്ചു. ഇരുവരും എല്ലായിടത്തും നാശവും കുഴപ്പവും ഉണ്ടാക്കുന്നവരായിരുന്നു. മനുഷ്യരെയും ദേവന്മാരെയും അവർ ഒരുപോലെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അവരുടെ ക്രൂരതകളിൽ മടുത്ത ദേവന്മാർ സഹോദരന്മാരെ തടയാൻ ഒരു പരിഹാരം കണ്ടെത്താൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. മഹാവിഷ്ണു വരാഹ അവതാരം എടുത്ത് ഹിരണ്യാക്ഷനെ വധിച്ചു. ഇത് ദേവന്മാർക്കും മനുഷ്യർക്കും ഒരുപോലെ ആശ്വാസം നൽകി. പക്ഷെ അവരുടെ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. കാരണം ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു തന്റെ സഹോദരനെ കൊന്നതിന് ഭഗവാൻ വിഷ്ണുവിനോട് പ്രതികാരം ചെയ്യുമെന്ന് സത്യം ചെയ്യുകയും ലോകത്തിൽ അളക്കാനാവാത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചുറ്റിലുമുള്ള എല്ലാവരെയും ഭയപ്പെടുത്തുകയും ചെയ്തു. ലോകത്തിലെ എല്ലാ നന്മകളെയും നശിപ്പിക്കാൻ അദ്ദേഹം തന്റെ അസുര സൈന്യത്തെ അയച്ചു. പക്ഷെ ദേവന്മാരുടെ ശക്തിക്ക് മുൻപിൽ ഹിരണ്യകശിപു പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ദേവന്മാരെ ഭഗവാൻ വിഷ്ണു സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭഗവാൻ വിഷ്ണുവിന്റെ അന്ത്യത്തിന് താൻ കാരണക്കാരനാവുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അദ്ദേഹം ഹിമാലയത്തിൽ പോയി വർഷങ്ങളോളം കഠിനമായ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അതേസമയം നേതാവില്ലാത്തതിനാൽ അസുരന്മാരെ ആക്രമിക്കാൻ ഇതാണ് ഏറ്റവും അനുയോജ്യമായ അവസരം എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാതുവിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഹിരണ്യകശിപു എപ്പോഴെങ്കിലും പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അവളെ തടവുകാരിയാക്കി ബന്ദിയാക്കാനും അദ്ദേഹം തീരുമാനിച്ചു. ഈ സമയം കയാതു പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ നിമിഷം തന്നെ നാരദ മുനി എത്തി ഇന്ദ്രനെ തടയുകയും ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ കയാതുവിന് ഒരു പങ്കുമില്ലാത്തതിനാൽ ആ നിമിഷം തന്നെ അവളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റു മാർഗങ്ങളില്ലാതെ ദേവേന്ദ്രൻ കയാതുവിനെ വിട്ടയക്കുകയും കയാതു നാരദ മുനിയുടെ ആശ്രമത്തിൽ അഭയം തേടുകയും ചെയ്തു. നാരദൻ വിഷ്ണുവിനെ കുറിച്ചുള്ള കഥകൾ അവൾക്ക് പറഞ്ഞുകൊടുത്തു. വിഷ്ണുവിന്റെ കഥകൾ കേട്ടതിനു ശേഷം അവൾക്ക് മഹാവിഷ്ണുവിനോട് ഒരു അടുപ്പം തോന്നി. അവളുടെ ഗർഭസ്ഥ ശിശുവും കഥകൾ കേൾക്കാറുണ്ടായിരുന്നു. തുടർന്ന് കയാതു മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളായി മാറി. ഹിരണ്യകശിപുവിന്റെ ഭക്തിയിൽ ബ്രഹ്മാവ് സന്തുഷ്ടനായി. അവൻ ആഗ്രഹിക്കുന്ന ഏതൊരു വരവും അദ്ദേഹത്തിന് നൽകാമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇത് കേട്ട് അമരത്വം എന്ന വരമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് പറഞ്ഞു. അത്തരം ഒരു ആഗ്രഹം സാധ്യമല്ലെന്നും അത് ജീവിത സന്തുലിതാവസ്ഥയെ വികലമാക്കുമെന്നും ബ്രഹ്മാവ് അവനോട് പറഞ്ഞു. അങ്ങനെ വളരെയധികം ആലോചിച്ചതിനു ശേഷം ഹിരണ്യകശിപു ഒടുവിൽ മറ്റൊരു വരം ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് സൃഷ്ടിച്ച മനുഷ്യനോ ദേവനോ മൃഗത്തിനോ തന്നെ കൊല്ലാൻ കഴിയാത്ത വിധം ഒരു വരം നൽകണമെന്ന് അദ്ദേഹം ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. കൂടാതെ പകലോ രാത്രിയോ ആർക്കും തന്നെ കൊല്ലാൻ കഴിയരുത്. സ്വർഗത്തിലോ ഭൂമിയിലോ വെച്ച് തന്നെ കൊല്ലാൻ കഴിയരുത്. കൂടാതെ ആയുധം ഉപയോഗിച്ച് തന്നെ കൊല്ലാൻ കഴിയരുത്. വീടിനകത്തോ പുറത്തോ വെച്ചു തന്നെ കൊല്ലാൻ കഴിയരുത്. ഒരുപാട് ആലോചിച്ചതിനു ശേഷം ഒടുവിൽ അയാൾക്ക് ആ വരം നൽകാൻ ബ്രഹ്മാവ് തീരുമാനിച്ചു. അത്യധികം സന്തോഷത്തോടെ അയാൾ തന്റെ രാജ്യത്തേക്ക് മടങ്ങി. അവിടെ തന്റെ രാജ്യത്തിന്റെ അവസ്ഥ കണ്ട് കുപിതനാവുകയും ഇതിനെല്ലാത്തിനും കാരണക്കാരനായ ഇന്ദ്രനോട് പ്രതികാരം ചെയ്യാനും തീരുമാനിച്ചു. ദേവന്മാരുമായി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി ദേവലോകത്തിൽ നിന്നും അവരെ പുറത്താക്കി. പിന്നീട് അദ്ദേഹം സ്വർഗത്തിന്റെ അധിപനായി. ഹിരണ്യകശിപു ഭൂമിയിൽ തന്റെ ഭാര്യയെയും മകനെയും കണ്ടെത്തി അവരെ തന്റെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്നു. ദുഷ്ടനും നീചനുമായ ഹിരണ്യകശിപുവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു. പ്രഹ്ലാദൻ എപ്പോഴും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പ്രഹ്ലാദനോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിക്കുന്നത് കേട്ട് ഹിരണ്യകശിപു അത്ഭുതപ്പെട്ടു. കോപാകുലനായ അദ്ദേഹം പ്രഹ്ലാദന്റെ ഗുരുവിനെ ശിക്ഷിക്കുകയും പ്രഹ്ലാദനെ തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാലക്രമേണ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചതിന് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് കൂടുതൽ കോപിച്ചു. ഒടുവിൽ അത് സഹിക്കാൻ കഴിയാതെ തന്റെ കാവൽക്കാരോട് പ്രഹ്ലാദനെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. കാവൽക്കാർ മനസ്സില്ലാ മനസ്സോടെ പ്രഹ്ലാദനെ കൊല്ലാൻ സമ്മതിച്ചു. പക്ഷെ പ്രഹ്ലാദന്റെ മേലുള്ള ഓരോ അടിയിലും അവരുടെ വാളുകൾ തകർന്നുകൊണ്ടേയിരുന്നു. പ്രഹ്ലാദൻ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. പ്രഹ്ലാദനെ കടിക്കാൻ വേണ്ടി ഹിരണ്യകശിപു വിഷപ്പാമ്പുകളെ വരുത്തി. പക്ഷെ പ്രഹ്ലാദൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് മദം പൊട്ടിയ ആനകളെ അവന്റെ നേരെ വിട്ടു.
ആനകൾ പ്രഹ്ലാദനെ എടുത്ത് ഒരു പാറയുടെ മുകളിലേക്ക് എറിഞ്ഞെങ്കിലും പ്രഹ്ലാദന്റെ ഹൃദയത്തിൽ മഹാവിഷ്ണു വസിക്കുന്നതിനാൽ പുല്ലിൽ ഒരു പൂവ് വന്നു പതിക്കുന്നത് പോലെ പ്രഹ്ലാദൻ ഭൂമിയിൽ വീണു. ഒന്നും ഫലം കാണാതെ വന്നപ്പോൾ ഹിരണ്യകശിപു തന്റെ അസുര സഹോദരിയായ ഹോളികയെ വിളിച്ച് പ്രഹ്ലാദനെ മടിയിലിരുത്തി ചുട്ടുകൊല്ലാൻ ആവശ്യപ്പെട്ടു. ഈ പദ്ധതിയെങ്കിലും ഫലിക്കുമെന്ന് അയാൾ കരുതി. പക്ഷേ അഗ്നിപ്രതിരോധ ശേഷിയുള്ള ഹോളികയാണ് കത്തിച്ചാമ്പലായത്. അപ്പോൾ ഹിരണ്യകശിപു സ്തംഭിച്ചുപോയി. കോപം അടക്കാനാവാതെ അയാൾ പ്രഹ്ലാദനെ വലിച്ചിഴച്ച് സദസ്സിൽ കൊണ്ടുപോയി അവന്റെ ഭഗവാൻ വിഷ്ണു അവരോടൊപ്പം മുറിയിലുണ്ടോ എന്ന് ചോദിച്ചു. ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. അത്യന്തം കോപത്തോടെ ഹിരണ്യകശിപു പ്രഹ്ലാദനോട് അവന്റെ ഭഗവാൻ അവരുടെ അടുത്തുള്ള ഒരു തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ഭഗവാൻ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ വീണ്ടും മറുപടി പറഞ്ഞു. കോപത്തോടെ ഹിരണ്യകശിപു തൂണിൽ ആഞ്ഞു ചവിട്ടി. അതിശയകരമെന്ന് പറയട്ടെ, ഇടിമുഴക്കത്തോടെ തൂൺ പൊട്ടി മഹാവിഷ്ണു അവിടെ നരസിംഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ശരീരത്തിന്റെ ഒരു പകുതി സിംഹത്തിന്റെയും മറ്റേ പകുതി മനുഷ്യന്റേതും ആയിരുന്നു. തലയിൽ പാതി രോമങ്ങളും മുഖത്ത് വലിയ മീശയും വായിൽ ഭയങ്കരമായ പല്ലുകളും ഉണ്ടായിരുന്നു. അവന്റെ കൈകാലുകളിൽ ഭയങ്കരമായ നഖങ്ങൾ ഉണ്ടായിരുന്നു. നരസിംഹൻ കോപാകുലനായി അലറി. അസുര രാജാവായ ഹിരണ്യകശിപു നരസിംഹനിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചു. ഹിരണ്യകശിപുവിനെ പിടിച്ച് വലിച്ചിഴച്ച് വീടിന്റെ പുറത്തോ അകത്തോ അല്ലാത്ത വാതിലിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുപോയി. ആകാശമോ ഭൂമിയോ അല്ലാത്ത തന്റെ മടിയിലിരുത്തി സന്ധ്യാസമയത്ത് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ നഖങ്ങൾ കൊണ്ട് വയറു പിളർന്ന് അവനെ കൊന്നു. കൊന്നതിനു ശേഷം പകുതി സിംഹവും പകുതി മനുഷ്യനുമായ നരസിംഹൻ ഉച്ചത്തിൽ ഗർജിച്ചു. അത് എല്ലാ അസുരന്മാരെയും ഭയപ്പെടുത്തി. ആരും നരസിംഹനെ സമീപിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഹിരണ്യകശിപുവിനെ കൊന്നതിനു ശേഷം ദേവന്മാർക്കോ ശിവനോ ബ്രഹ്മാവിനോ നരസിംഹത്തിന്റെ കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ എല്ലാ ദേവതകളും അദ്ദേഹത്തിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയെ വിളിച്ചു. പക്ഷേ ലക്ഷ്മി ദേവിക്കും അതിന് കഴിഞ്ഞില്ല. തുടർന്ന് ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രഹ്ലാദനെ നരസിംഹത്തിനു മുന്നിൽ ഹാജരാക്കി. പ്രഹ്ലാദൻ തന്റെ പാദങ്ങളിൽ സ്പർശിച്ചപ്പോൾ അദ്ദേഹം ശാന്തനായി. പിതാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നരസിംഹം അവനോട് ഹിരണ്യകശിപു യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ ദ്വാരപാലകനായ വിജയനാണെന്നും ശപിക്കപ്പെട്ടവനാണെന്നും സ്വർഗത്തിലേക്ക് മടങ്ങാൻ 3 ജന്മങ്ങൾ കൂടെ എടുക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. തുടർന്ന് നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ രാജാവായി വാഴിക്കുകയും നല്ല പെരുമാറ്റവും കർത്തവ്യങ്ങളും അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നരസിംഹ ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി.